ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ അനേകം ആകുലതകൾക്കും ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഭാരങ്ങൾക്കും എല്ലാത്തിനുമുള്ള ഉത്തരമാണ് ആര്? പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാം തിരുവചനം. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ദൈവദൂതൻ കടന്നുവന്ന് പരിശുദ്ധ അമ്മയോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ വന്ന ചില ചോദ്യങ്ങളാണ് ആ വചനം. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം മറിയത്തിന്റെ ഉള്ളിലുള്ള ആകുലതയാണ്, ആങ്സൈറ്റി. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഭാരം. പരിശുദ്ധ മറിയത്തിന്റെ ചോദ്യം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുടെ ഉള്ളിലുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് നെക്സ്റ്റ്? ടുമാറോ, ഈ വർഷം എന്താകും? എൻ്റെ ജീവിതം എങ്ങനെയാകും? ഇങ്ങനെ പോയാൽ എന്തായിത്തീരും എൻ്റെ കുടുംബം? ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേരൻസ്, മാതാപിതാക്കൾ ഒത്തിരിയേറെ കാര്യങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, ഉറക്കം കിട്ടാത്തവരുണ്ട്, ആലോചിക്കും തോറും തലയ്ക്കകത്ത് വല്ലാതെ അസ്വസ്ഥത ഇങ്ങനെ കൂടി ഞെരുങ്ങുന്നവരുണ്ട്. ഈ സമയം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ആരു തന്നെയാണെങ്കിലും, നിന്റെ ജീവിതത്തിലെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും നീ കണ്ണും പൂട്ടി വിശ്വസിച്ചോണം, എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കും എല്ലാ ആകുലതകൾക്കും എല്ലാ ഭാരങ്ങൾക്കുമുള്ള ഉത്തരം ആരാണ്? പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. ലൂക്ക് 1:35. എന്താണ് വചനം? വായിച്ചേ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. കണ്ടോ, പരിശുദ്ധ അമ്മയുടെ ഈ ചോദ്യം, സംശയം, ആകുലത, അതിൻ്റെ മുകളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പറന്നിറങ്ങുമ്പോൾ അവിടെ ഉത്തരം കിട്ടും, സംശയം മാറും, ഭാരം മാറും. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് കണ്ണും പൂട്ടി വിശ്വസിച്ചോ. നിങ്ങളുടെ ചോദ്യം എത്ര ഭീകരമാണെങ്കിലും, എത്ര ആഴപ്പെട്ടതാണെങ്കിലും, എത്ര കൺഫ്യൂസ്ഡ് ആണെങ്കിലും ഈ ആൻസർ നീ നെഞ്ചിൻ്റെ അകത്ത് ഉറപ്പിച്ചങ്ങ് വിശ്വസിച്ചോ. പരിശുദ്ധാത്മാവാണ് എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഭാരങ്ങൾക്കും ആകുലതകൾക്കുമുള്ള ഉത്തരം. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷകൻ തന്നെയാണ് അപ്പസ്തോല പ്രവർത്തനം എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 8. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം നമുക്ക് വളരെ പരിചിതമായൊരു വചനമാണ്. ഒന്ന് വായിച്ചേ. അപ്പസ്തോല പ്രവർത്തനം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. കണ്ടോ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തുവാ? പറഞ്ഞേ. ശക്തി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലോട്ട് കടന്നു വരുമ്പോൾ ആ വ്യക്തിയിൽ എന്ത് സംഭവിക്കും? ശക്തി ലഭിക്കും. എന്തിന്? നിന്റെ ചോദ്യങ്ങളും സംശയങ്ങളും ആകുലതകളും ഭയചിന്തകളെ നേരിടുന്നതിന് നിനക്ക് എന്ത് വേണം? ശക്തി വേണം. എന്തിന് ശക്തി വേണം? ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നിനക്ക് ശക്തി വേണം. ഹല്ലേലൂയ. അത് 6 പാക്കും 8 പാക്കും കൊണ്ട് മസിൽ പവറിന്റെ ശക്തിയല്ല, മറിച്ച് നീ നന്നായി ആത്മീയമായി ബലം പ്രാപിക്കണം. ഇന്ന് ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുന്നത് ഈ ബലം പ്രാപിക്കുന്ന ശുശ്രൂഷയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം ഒന്നും കൂടെ വായിച്ചേ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം വായിച്ചോ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എന്നിട്ട് അടുത്ത വചനം വായിച്ചോ. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നിനക്ക് ശക്തി കിട്ടിക്കഴിഞ്ഞാൽ എന്താ മെച്ചമെന്നറിയോ? നിനക്ക് ശക്തി കിട്ടിയാൽ ഈ ഭൂമിയിൽ നിനക്ക് യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള ബലം കിട്ടും.
നിനക്ക് ശക്തി കിട്ടിയാൽ നിന്റെ വീട്ടിലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ബലം കിട്ടും. നിനക്ക് ശക്തി കിട്ടിയാൽ നിന്റെ ഇടവകയിൽ പ്രവർത്തിക്കുന്നതിന് കൃപ കിട്ടും. നിനക്ക് ശക്തി കിട്ടിയാൽ നിന്റെ ജോലി സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള കൃപ കിട്ടും. ഇല്ലെങ്കിൽ എന്നാ പറ്റും? മരവിച്ച് മന്നോഷണരായി അല്ലേ? എന്നാ പറയാനാ? ചിലരുടെയൊക്കെ ഇരിപ്പും പരിവവും കണ്ടിട്ടില്ലേ? വല്ലാണ്ട് വിഷമം, ഭാരം, ഓർക്കും തോറും സങ്കടം അല്ലേ? അതുകൊണ്ടല്ലേ ചിലരുടെ നമുക്ക് മുഖം കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്നത്, നീ എന്താ വ്യാകുല മാതാവിനെ പോലെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ കാരണം അമ്മച്ചി? എന്താ കാരണം? വ്യാകുല മാതാവിൻ്റെ ചൈതന്യം ഉള്ളത് കൊണ്ടാണോ? അല്ല, ആ മുഖത്ത് മുഴുവൻ സങ്കടമാണ്. ചിലരെ കണ്ടിട്ടില്ലേ, രാവിലെ എഴുന്നേക്കുമ്പോൾ മുതൽ അവർക്ക് സങ്കടം ഉള്ളൂ. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാനാണോ ദൈവം നിന്നെ സൃഷ്ടിച്ചത്? ആണോ ചേട്ടാ? അല്ല. എന്തിനാ? നീ ശക്തി പ്രാപിക്കാൻ പരിശുദ്ധാത്മാവാണ് ശക്തി നൽകുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ സഖറിയായുടെ പ്രവചനം 4-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമുക്ക് വളരെ പരിചിതമായ ഒരു വചനം, സൈന്യത്താലെയല്ല കരബലത്താലെയല്ല എൻ്റെ ആത്മാവിലാണ്. ഹല്ലേലൂയാ. വലതുകര ഉയർത്തി പറഞ്ഞേ, സൈന്യത്താലെയല്ല കരബലത്താലെയല്ല എൻ്റെ ആത്മാവിലാണ്. ഒന്നും കൂടെ ചെത്തി പറഞ്ഞേ, സൈന്യത്താലെയല്ല കരബലത്താലെയല്ല എൻ്റെ ആത്മാവിലാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ എങ്ങനെയാ പാടുന്നത്? സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഒന്ന് പാടിക്കേ, അറിയാവുന്ന പാട്ടാണല്ലോ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഈ വരികളാണത്. സൈന്യത്താലെയല്ല കരബലത്താലെയല്ല ദൈവത്തിന്റെ ആത്മാവാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഈ 2025 ദൈവം നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനവും ഇത് തന്നെയാണ്. പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കുക, പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കുക. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം, സെന്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 11. പൗലോസ്ലീഹ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കാൻ പോവാണ്. ഒന്ന് വായിച്ചോണം കേട്ടോ. അത് പൗലോസ്ലീഹയുടെ ഒരു ആശംസയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് പൗലോസ്ലീഹ നൽകുന്ന ഒരു ഗ്രീറ്റിംഗ് ആണ്. വായിച്ചോ. സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് പൗലോസ്ലീഹ നമുക്കൊരു ആശീർവാദം നൽകുകയാണ്, ഒരു ആശംസ നൽകുകയാണ്. നിനക്ക് എന്താ വേണ്ടത്? ബലം വേണം, ബലം പ്രാപിക്കണം, ക്ഷീണിച്ചു പോകരുത്. ഉയർപ്പിന്റെ ദിവസം ഈശോ ശിഷ്യന്മാരുടെ മേൽ പ്രത്യക്ഷപ്പെട്ടു. കഥകടച്ച് പേടിച്ചിരിക്കുന്ന ശിഷ്യന്മാർ അകത്തിങ്ങനെ വിഷമിച്ചിരിക്കുക. അവരുടെ മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശോ അവരോട് പറഞ്ഞു, സമാധാനം. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ സമാധാനം അനുഭവിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-23 വായിക്കും. എന്താണ്? റിസീവ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പേടിച്ചരണ്ടിരിക്കുന്നവൻ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പറഞ്ഞേ. നിനക്കിപ്പോ വിഷമമുണ്ടോ? എന്ത് ചെയ്യണം? ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് ഉറക്കമില്ല. ചില കാര്യങ്ങളെ ഓർത്തുകൊണ്ടിരുന്നിട്ട് ഉറക്കമില്ല. എന്ത് ചെയ്യണം? ഉറക്കം കിട്ടാനായിട്ട് കോമഡി ഷോ കണ്ടിട്ട് കിടന്നാൽ ഉറക്കം കിട്ടുമോ ചേട്ടാ? ഇല്ല. എന്ത് ചെയ്യണം? ഉറക്ക ഗുളിക കഴിച്ചിട്ട് ഉറക്കം കിട്ടാത്തവരുണ്ട്, ഉണ്ടെന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവരുണ്ട്. അച്ഛാ, ഉറക്ക ഗുളിക കഴിച്ചിട്ട് ഉറക്കയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ ഭാരം. പരിശുദ്ധാത്മാവിൽ നിറയണം, പരിശുദ്ധാത്മാവിൽ ബലം പ്രാപിക്കണം. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. പറഞ്ഞേ, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. വലതുകര ഉയർത്തി പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിങ്ങനെ നമ്മൾ ഈ പരിശുദ്ധാത്മാവിൽ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദൈവിക സത്യം നമ്മൾ അറിയണം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് എപ്പോഴും അത്ഭുതങ്ങളിലേക്കും അടയാളങ്ങളിലേക്കും മാത്രമല്ല.
പലപ്പോഴും ഉള്ള നമ്മുടെ ഒരു ചിന്ത എന്താണെന്നറിയാവോ? അയ്യോ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളും അടയാളങ്ങളിലേക്ക് എപ്പോഴും നയിക്കും. അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് നിന്നെ മരുഭൂമിയിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ മരുഭൂമിയുടെ ചുട്ടുപഴുത്ത അനുഭവത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ വരണ്ട അനുഭവത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ ഞെരുങ്ങുന്ന സഹനത്തിന്റെ അവസ്ഥയിലേക്ക് നയിക്കും. ഇല്ലേ? ഞാനിത് പറയുമ്പോൾ ചിലരുടെ അവസ്ഥ, എൻ്റെ അച്ഛാ ഇതാണ് എൻ്റെ അവസ്ഥ, അല്ലേ? ഇതാണ് എൻ്റെ അവസ്ഥ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ നയിക്കും. പരിശുദ്ധാത്മാവ് നയിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു സഹോദരൻ എന്നോട് പറയും, എൻ്റെ അച്ഛാ എൻ്റെ അവസ്ഥ വിജാഗിരിയുടെ അവസ്ഥയാണ്. വിജാഗിരി കണ്ടിട്ടുണ്ടോ? വിജാഗിരി എവിടെയാ? വിജാഗിരി. അപ്പൊ ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ എന്തോ ഈ പറയുന്നത്, വിജാഗിരിയുടെ അവസ്ഥയോ? അതെ അച്ഛാ. അച്ഛൻ വിജാഗിരി കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അത് കാണിച്ചു തരികയാ. ദേ, കട്ടിളപ്പടിക്കും വാതിലിനും ഇടയിലിരുന്ന് ഞെരുങ്ങുന്നതാണ് വിജാഗിരി. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ, ചേട്ടൻ വിജാഗിരിനെ പോലെ ഈ ഞെരുങ്ങുവാണല്ലോ, ആരുടെ ഇടയിൽ കിടന്നാ ഞെരുങ്ങുന്നത്? എൻ്റെ അച്ഛാ, ഒരു വശത്ത് എൻ്റെ ഭാര്യ, മറ്റു വശത്ത് എൻ്റെ അമ്മ. ഭാര്യയുടെയും അമ്മയുടെയും ഇടയിൽ കിടന്ന് ഞാൻ ഞെരുങ്ങുവാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. യച്ചാ കല്യാണം കഴിച്ചതിന് ശേഷം വീട്ടിൽ ഇടിയും ഭൂകമ്പമാണ്. ഞാൻ ആരെ ശ്രദ്ധിക്കണം? ഞാൻ ആരനുസരിക്കണം? എൻ്റെ അമ്മ ഒരു വശത്ത് രാവിലെ തൊട്ട് തുടങ്ങും, എൻ്റെ ഭാര്യ ഒരു വശത്ത് തുടങ്ങും. അമ്മ പറയും, എടാ നീ പെൺകോന്തനായി പോകരുത്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ പറയണ മുഴുവൻ കേട്ടോണ്ട് നീ നിന്റെ ജീവിതം നശിപ്പിക്കരുത്, ഞാൻ പറയണ കേൾക്കണം. അപ്പോൾ ഉടനെ തന്നെ ഭാര്യ വിളിച്ച് മുറി കൊണ്ടുപോയിട്ട് പറയും, എൻ്റെ മനുഷ്യൻ, നിങ്ങൾ എന്നെയാ കല്യാണം കഴിച്ചത്, അമ്മേനെ കേട്ടോണ്ടിരിക്കാനല്ല, ഞാൻ പറയണ കേൾക്കണം. അമ്മയുടെ ഒറ്റപുത്രനായിട്ട് ഇങ്ങനെ നടന്നാൽ മതിയോ? പോരാ, ഞാൻ പറയണത് കേൾക്കണം. എൻ്റെ അച്ഛ, ഞാൻ ആരെ കേൾക്കും? അമ്മയുടെയും ഭാര്യയുടെയും ഇടയിൽ കിടന്ന് ഞാൻ എന്താണ്? വിജാഗിരിയാണ്. ഇവിടെ ഇരിക്കുന്ന ചിലര് വേറെ ചില കാര്യങ്ങൾക്കിടയിൽ വിജാഗിരിയാണ്, അല്ലേ? ഇങ്ങനെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഞെരുക്കം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവ് നിന്നെ മരുഭൂമിയിലേക്ക് നയിക്കും. സംശയമുള്ളവര് വായിച്ച് ധ്യാനിക്കാൻ ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനം ഒന്ന് വായിച്ചേ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു ജോർദാൻ നദിയിൽ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം എന്നാ വലിയ അത്ഭുതം അല്ലേ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വെളിപ്പെട്ട വലിയ അത്ഭുതം കണ്ട് അനുഭവിച്ചിട്ട് നേരെ പോകുന്നത് എങ്ങോട്ടാ? മരുഭൂമിയിലേക്കാണ്. ആരെയും മരുഭൂമിയിലേക്ക് നയിക്കുന്നത്? യേശുവിനെ. പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. എത്ര നാള് മരുഭൂമിയിൽ? 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ. കൂടെ ശിഷ്യന്മാരുണ്ടായിരുന്നോ അമ്മച്ചി? ഇല്ല. കൂടെ നാട്ടുകാരുണ്ടായിരുന്നോ? ഇല്ല. ഒറ്റയ്ക്ക് മരുഭൂമിയിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇങ്ങോട്ട് നോക്കിക്കേ, നീ സഹിക്കുമ്പോൾ നിന്റെ കൂടെ വല്ലവരും ഉണ്ടാവുമോ? ഇല്ലെന്ന്. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുമ്പോൾ ആഹ്ലാദിക്കാൻ കുറെ പേര് വരും. നിങ്ങളുടെ കൂടെ ഇരുന്നുകൊണ്ട് ആഹ്ലാദിക്കാൻ കുറെ പേര് വരും. നിങ്ങൾ ഓർത്ത് നോക്കിക്കോ, സങ്കടമുണ്ടാകുമ്പോൾ, വിഷമമുണ്ടാകുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. നിങ്ങളുടെ കുരിശ് യാത്രയിൽ നിങ്ങൾ എന്നും ഒറ്റയ്ക്കായിരിക്കും. ആരും കൂടെ ഉണ്ടാവില്ല. ഈശോ കുരിശ് യാത്രയിൽ ഒറ്റയ്ക്കായിരുന്നോ? യെസ്. ഈശോ കുരിശ് കടന്നപ്പോൾ ഒറ്റയ്ക്കായിരുന്നോ? യെസ്. ഒറ്റയ്ക്കായിരിക്കും. ആരും കൂടെ ഉണ്ടാവില്ല. ചിലരൊക്കെ പറയും, യെസ് ഞാൻ കൂടെ ഉണ്ടാവും, വെറുതെ വാക്ക് മാത്രമേ ഉള്ളെന്ന്. എന്തോരം കണ്ണുനീര്, എന്തോരം സങ്കടവും. ആരാ കൂടെ ഉണ്ടായിരുന്നേ? ജീവിച്ചിരിക്കുന്ന ഭാര്യയ്ക്ക് പോലും മനസ്സിലായില്ല ചേട്ടന്റെ വിഷമം, അല്ലേ? കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയും, പക്ഷേ ആർക്കാ മനസ്സിലായിരിക്കുന്നേ? ആർക്കാ മനസ്സിലാവണേ? മക്കള് പറയും കൂടെ ഉണ്ടാവും. എന്നെ കേൾക്കുന്ന ഭാര്യമാരൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ വിഷമം മനസ്സിലാവുമോ? നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലാവുമോ? മാതാപിതാക്കൾക്ക് മനസ്സിലാവുമോ?
കളിക്കൂട്ടുകാരെ തൊട്ട് ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ. ആരാ കൂടെ ഉണ്ടാവണേ? യു ആർ ഓൾവേസ് ഓൾ എലോൺ. ആരും ഉണ്ടായില്ലെന്ന്, ഒറ്റയ്ക്ക് തന്നെയാ. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി പറഞ്ഞ ഹാലേലുയാ, ഹാലേലുയാ. ഈ വാട്സപ്പിലിരുന്നും ഫേസ്ബുക്കിലിരുന്നും ഇൻസ്റ്റാഗ്രാമിലിരുന്നും കൂടെ ഉണ്ടാകും എന്നൊക്കെ പറയാൻ എളുപ്പ. അതിങ്ങനെ സഹിക്കുമ്പോ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ആ വിഷമം അങ്ങ് മനസ്സിലാവുള്ളൂ. ഈശോ മരുഭൂമിയിൽ ഒറ്റയ്ക്കായിരുന്നു. ഈശോ ഈ മരുഭൂമിയിലേക്ക് നയിച്ചത് ആരാ? പരിശുദ്ധാത്മാവാ നയിച്ചത്. എന്ന് പറഞ്ഞാൽ നീ ഓർത്തോണം, ചുട്ടുപഴുത്ത അവസ്ഥയിലും ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നീ ഓർത്തുകൊള്ളണം, നിന്റെ കൂടെ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്, ഹോളി സ്പിരിറ്റ് ഉണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ ഒറ്റയ്ക്കല്ലെന്ന്. നമ്മൾ നോക്കുന്നത് മനുഷ്യരെയാണ്, വീട്ടുകാരെ, നാട്ടുകാരെ, കൂട്ടുകാരെ, ആരെയും കാണുന്നില്ലല്ലോ. ആരും ഉണ്ടായേല. എന്നാൽ നിന്നെ മരുഭൂമിയിലേക്ക് എത്തിച്ച് നിന്നെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ടാകും. കണ്ണ് തുറന്ന് വിളിച്ചാൽ ആ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ പറ്റും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ എന്ന് 3 പ്രാവശ്യം വിളിച്ചേ. പരിശുദ്ധാത്മാവേ. പോരാ, നന്നായിട്ട് വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ. അല്പം കൂടെ ഒച്ചത്തിൽ വിളിച്ചേ. പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിക്കണം. യേശു 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ചെലവഴിച്ചത് ആരാ കൊണ്ടുപോയത്? ആരാ നിയന്ത്രിച്ചു നിർത്തിയത്? പരിശുദ്ധാത്മാവ്. ഈ മരുഭൂമി അനുഭവത്തിൽ നിന്ന് പുറത്തു വന്നിട്ടാ ശക്തി പ്രാപിച്ചത്. ആ ശക്തിയിലാണ് വചന ശുശ്രൂഷ നയിച്ചത്. നിന്റെ ജീവിതത്തിൽ എപ്പോഴും ആഘോഷവും ആഡംബരവും ഒന്നും അല്ല. റിയാലിറ്റി ഇറ്റ് ഈസ് വെരി പെയിൻഫുൾ. റിയാലിറ്റി വളരെ പെയിൻഫുൾ ആണ്, സങ്കടമാണ്, ഭാരമാണ്. എന്നാൽ ഈ സങ്കടത്തിന്റെ ചുട്ടുപഴുത്ത അനുഭവത്തിൽ, സഹനത്തിന്റെ മരുഭൂമിയിൽ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നിന്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഭാരങ്ങൾക്കും ആകുലതകൾക്കുമുള്ള ഉത്തരമാണ് ആര്? പരിശുദ്ധാത്മാവ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഈ സമയം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കടന്നു പോകുന്ന ഓരോ ഭാരവും, ഓരോ ആകുലതയും, ഓരോ സംശയവും ഇതാ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. അത്ഭുതകരമായ ദൈവകൃപ ഇതാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ ശക്തി ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഇന്ന് കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളും നിന്നെ ശക്തിപ്പെടുത്തുകയാണ്. മരുഭൂമിയിലേക്ക് യേശുവിനെ നയിച്ച പരിശുദ്ധാത്മാവ് നിന്നെയും നയിക്കുന്നു. നീ ഒറ്റയ്ക്കല്ല, നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവേ, ഈ നാളുകളിൽ ഞങ്ങളുടെ ചോദ്യങ്ങൾക്കും ആകുലതകൾക്കും ഭാരങ്ങൾക്കും ഉത്തരമായവനെ ഞങ്ങളിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ നയിക്കണമേ, വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ ദൈവീകമായ ഇടപെടലുകൾ സംഭവിക്കട്ടെ. മരുഭൂമി അനുഭവം, സഹന വഴികൾ, ഞെരുക്കങ്ങൾ പല വഴികളിലുണ്ട്. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് കടന്നു പോകുന്ന അനുഭവം ഇപ്പോൾ ഈ പരിശുദ്ധ അൾത്താരയിൽ സമർപ്പിക്കുക. ഏത് വിഷയത്തെ ഓർത്തുകൊണ്ടാണ് ഭാരപ്പെടുന്നത് അത് സമർപ്പിക്കുക. കർത്താവെ, ഈ പരിശുദ്ധ അൾത്താരയിൽ അവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കുടുംബത്തിലെ ഭാരം എന്താണോ, പരിശുദ്ധാത്മാവിലൂടെ ആ വിഷയത്തിന് ഉത്തരം കിട്ടട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ദൈവജനത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറയാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ നമ്മളെ നയിക്കട്ടെ. വിശ്വസിക്കുക, അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തി നിറയ്ക്കണമേ, എന്നിൽ ശക്തി നിറയ്ക്കണമേ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തി നിറയ്ക്കണമേ, എന്നിൽ ശക്തി നിറയ്ക്കണമേ. ഹല്ലേലൂയ. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചോ. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്ന ദമ്പതികളെ
പരിശുദ്ധാത്മാവ് നിനക്ക് തരും. വിശ്വസിച്ച് ഏറ്റെടുത്തു കൊള്ളുക. ഉദര സംബന്ധമായ രോഗപീഠയാൽ വിഷമിക്കുന്ന സഹോദരി, ഇതാ പരിശുദ്ധാത്മാവ് നിന്റെ ശാരീരിക രോഗപീഠയെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. വിവാഹ കാര്യത്തിലെ തടസ്സം പരിശുദ്ധാത്മാവ് മാറ്റും. യെസ്, വിശ്വസിക്കുക. ഹോളി സ്പിരിറ്റ് ഈസ് ദ ആൻസർ ഫോർ ഓൾ മൈ ക്വസ്റ്റ്യൻസ്, കൺഫ്യൂഷൻസ്. വിശ്വസിക്കുക. പരിശുദ്ധാത്മാവാണ് എൻ്റെ എല്ലാ പ്രശ്നത്തിനുമുള്ള ഉത്തരം. ഞാൻ ഏറ്റെടുക്കുന്നു. പരിശുദ്ധാത്മാവാണ് എന്നെ നയിക്കുന്നത്. ഒരു നീണ്ട യാത്രയോട് ബന്ധപ്പെട്ട് ഭാരപ്പെട്ട് ഒരു കുടുംബം വിഷമിക്കുന്നു. പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. വിഷമിക്കേണ്ട. പരിശുദ്ധാത്മാവ് നയിക്കും. പരിശുദ്ധാത്മാവ് നയിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവ് ഉത്തരം നൽകുന്നു. കൺഫ്യൂഷൻ മാറ്റുന്നു. നിന്റെ ആങ്സൈറ്റി മാറ്റുന്നു. പരിശുദ്ധാത്മാവ് നിന്നിൽ ഇടപെടുന്നു. നെറ്റിയിലൊരു കുരിശടയാളം വരച്ചൊന്ന് അനുഗ്രഹിച്ച് അതിനുശേഷം മുട്ടുകുത്താം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കുക. പരിശുദ്ധാത്മാവ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം, എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം. എൻ്റെ മരുഭൂമി അനുഭവത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്നെന്നെ പഠിപ്പിക്കുന്ന ശക്തി. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 സ്നേഹമേ ആരാധന